ബ്രഹ്മാണ്ട കുട്ടികൾ. അത് നമുക്ക് ഇവർക്കൊരു മണത്തിന് വേണ്ടിട്ട് നാടൻ ചങ്ങൻകോഴി ഇട്ടത്. ഇതേ സാധനം ഇത് സൺബർണാട്. ഇതാണല്ലേ. 3.5 വയസ്സായി. ഇതിപ്പോ ഹീറ്റാണല്ലേ. അതിലുണ്ടെങ്കിൽ ഹീറ്റ് ക്രോസിങ് ഒരു 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് ഉണ്ടാവും ഹീറ്റിന്റെ ടൈം. ഇവിടെ രണ്ടാൾക്കാര് നല്ല പണിയിലാട്ടോ. അടയ്ക്ക പൊളിക്കാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന്റെ പുറത്താണ് അടയ്ക്ക പൊളിക്കുന്നത്. എന്താ ചോദിച്ചോ നമുക്ക്? അല്ലമ്മ, എന്താണ് അടയ്ക്ക പൊളിക്കൽ ഉദ്ദേശം? ഇതൊരു ഉദ്ദേശമുണ്ട്. അന്ന് ഫാമില് പോയപ്പോഴേ അവിടെ കോഴീനെ കണ്ടില്ലേ, വലിയൊരു കോഴി, ബ്രഹ്മക്കോഴി. എന്തോ കോഴി. ആ കോഴീനെ കുട്ടികളെ കിട്ടും പറഞ്ഞു. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ടുള്ള അടയ്ക്കപ്പൊളി കേട്ടോ. അടയ്ക്ക പൊളിച്ച് കൊടുത്തിട്ട് വേണം കോഴിക്കുട്ടീനെ വാങ്ങാൻ. അപ്പൊ അതിന് വേണ്ടി പൊളിക്കാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒഴിവല്ലേ, അപ്പൊ മോനുശ്ശേരിയും കിട്ടി. ഞങ്ങൾ രണ്ടാളും കൂടെ പൊളിക്കാണ്. അതാണ് ഉദ്ദേശം. ഇവിടെ ഇങ്ങനെ ഇവിടെ അടക്ക വിളിക്കുമ്പോൾ ആൾക്കാർ വന്ന് നിൽക്കട്ടെ, അവർക്ക് എന്തോ തിന്നാനുള്ള സാധനം വെച്ചിട്ട്. അപ്പൊ അമ്മ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് അടിച്ച് കൊടുക്കും. മോനിഷ് എന്ത് ചെയ്യും? മോനിഷ് വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ച് വേഗം എടുക്കും. അപ്പൊ എനിക്ക് എന്താ പരിപാടിയാണ്? എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോകാൻ നിൽക്കാണ് ഞാൻ. പോയി വാ. നമ്മള് ബ്രഹ്മക്കോയിനെ വാങ്ങാനുള്ള പോക്കിലാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറെ ആളുണ്ട്, ഇപ്പം വർക്ക് ചെയ്യുന്ന ആളാണ്. മൂപ്പരും ഞാൻ ഇവിടെയാണ് അങ്ങോട്ട് വാങ്ങാൻ പോണത്. അപ്പോൾ മൂപ്പരുടെ ഒരു കോഴി താറാവ് കൃഷിയിലേക്ക് നമുക്ക് പോയി നോക്കാം കേട്ടോ. നോക്കില്ല എന്നാല് നോക്കാം. താറാവുകൾ അന്ന് 25 കോഴീനെ വാങ്ങിയ വീഡിയോ കിട്ടല്ലോ, അതൊക്കെ ഈ ഏട്ടൻ്റെ സാമ്രാജ്യമായിട്ട സംഭവം. ഇതാണ് ആൾക്കാര്. ചെറിയ സെറ്റപ്പാണ്. തീറ്റ കൊടുക്കുന്ന വഴിയാണ് അല്ലേ? തീറ്റ കൊടുക്കണം, തീറ്റ ഉണ്ടാക്കണം. തീറ്റ ഉണ്ടാക്കാൻ മിക്സിംഗ് ആണോ? മുട്ട എടുക്കാം. ഒന്ന് എടുക്കാൻ ലേറ്റ് ആയോ? അപ്പൊ ഇന്ന് അല്ല, കുറച്ചെടുത്തു രാവിലെ. ഇത് ഇപ്പൊ ഉച്ചക്കൊക്കെ ഇട്ടാണെന്ന് തോന്നുന്നുണ്ട്. കോഴി ഏകദേശം ഒരു ദിവസം ഒരു 7 മുട്ട ഒക്കെ കിട്ടുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ കുഴപ്പമില്ല. ഇപ്പത്തേക്ക് കിടന്ന് രാത്രി നമ്മൾ പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കോഴികൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളി കോഴികളാണെന്നൊക്കെ പറഞ്ഞു. കൊടുക്കണമെന്നൊക്കെ ചോദിച്ചു തന്നു. നമ്മളെ നാരായണേട്ടൻ്റെ വെളിയം തോട്ട്സ് അവിടെ കിട്ടും. ക്യാബേജ് മാത്രമുള്ളപ്പോ അല്ലല്ല, ബാക്കിയുള്ള പച്ചക്കറി ഒന്നും ഒക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഇന്നലത്താണ്. ഇതില് ഉള്ളത് പച്ചക്കറി വേസ്റ്റോടും തവിടും പിന്നെ പതിരും പിന്നെ കുറച്ച് കടയിൽ നിന്ന് അങ്ങനെ തീറ്റ. അത് കുറേശ്ശെ എടുക്കുള്ളൂ അല്ലേ? അത് കുറച്ചിടുള്ളൂ. പൈസ മുടക്കുള്ള സാധനമാണ്. അത് നമുക്ക് ഇവർക്കൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മള് മീനൊക്കെ കൂട്ടി ചോറിന പോലെ മീൻ ചാറ് വെച്ച് കൊടുക്കണ പോലെ കൊടുക്കും. പാത്രത്തിൽ കിട്ടും. നല്ല സൈസായിട്ടോ. നല്ല തീറ്റയല്ലേ. മെയിനായിട്ട് പച്ചക്കറി ഈ താറാവുകളാണ് മെയിൻ തീറ്റക്കാരല്ലേ തിന്നുള്ളൂ. മറ്റോല് വെറുതെ അത് വേസ്റ്റാക്കും. പിന്നെ തീറ്റയൊന്നും കിട്ടാത്തപ്പോ തിന്നും തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രം ഇവിടെ, ഒരു പാത്രം ഇവിടെ, ഒരു പാത്രം ഇവിടെ, ടോട്ടൽ 4 പാത്രം കിട്ടും. വെള്ളം വെച്ച് കിട്ടുന്ന താറാവിന് ഇവർക്ക് ആവശ്യത്തിന് താറാവുകൾ അടിപൊളി നല്ല സൈസായിട്ടുണ്ട്. ഒരു മുട്ട ഇട്ട് തുടങ്ങിയിട്ടില്ല. നാടൻ ചങ്ങൻകോഴി ഇട്ടത്.
ഇത് നല്ല നാടനാണ്. അതേപോലെ തന്നെ ഇവിടെ വേറെ എത്തുന്നുണ്ട്. ഇപ്പൊ പിന്നെ കുറച്ചൊരു ഭംഗി വ്യത്യാസം. നന്ന, നന്ന. ഇത് നാടൻ തീറ്റ തരും, തന്നെയാണ്. തീറ്റ തരും. നമുക്ക് വേറൊരു പരിപാടി കൂടി ഉണ്ട്, അത് വഴിയെ പറയാം കേട്ടോ. അങ്ങനെ സജീവേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ കരുളായി ഭാഗത്ത് തന്നെ പാലാങ്കര എന്ന് പറയും കേട്ടോ, അങ്ങോട്ട് വിട്ടു കേട്ടോ. നമ്മൾ നമ്മുടെ ബ്രഹ്മ കോഴികളുടെ കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ സജീവേട്ടനും ഞാനും ഉണ്ട്. അപ്പോൾ എനിക്ക് 2 വേണം, മൂപ്പർക്ക് 2 വേണം കേട്ടോ. അങ്ങനെ അവിടെ എത്തി കുട്ടികളെ കണ്ടു. അപ്പോൾ അവർ, അതായത് വീട്ടുകാർ ഒന്നിച്ചാണ് വളർത്തുന്നത്. അതായത് സെപ്പറേറ്റ് ചെയ്ത് ക്രോസ് ബ്രീഡ് കയറാത്ത രീതിയിലുള്ള നോട്ടമൊന്നും അല്ല അവർ നോക്കുന്നത്. അവർക്ക് 2 റൂമുകളുണ്ട്. ആ റൂമിൽ ഇങ്ങനെ പല ബ്രീഡുകളുള്ള കോഴികളും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് കയറാൻ ചാൻസ് ഉണ്ട്. ബ്രഹ്മക്കോഴി എന്ന് പറഞ്ഞ തന്നതും ഇതേപോലെ നാടനിൽ ബ്രഹ്മ ക്രോസ് ആണ് കേട്ടോ. മറ്റേത് ബ്രഹ്മക്കോഴി എന്ന് പറഞ്ഞത് കഴുത്തിൽ തൂലില്ലാത്ത ഒരു കോഴിയാണ്. അതേപോലെ അതിൻ്റെ കാലിൽ ബ്രഹ്മക്കോഴിക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ തൂവലുകളൊക്കെ ഉണ്ട്. അതേപോലെ അവിടെ ഒരുപാട് കോഴികൾ വേറെ ഉണ്ട് കേട്ടോ. ഒരുപാട് കോഴികൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫാൻസി ഐറ്റം കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ ഒക്കെ അടുത്തുള്ള അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യമൊക്കെ ഈ ഒരു മലപ്പുറം ജില്ലയുടെ ഭാഗത്തൊക്കെ ആയിട്ടുള്ള ആളുകൾ, കോഴികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്ര വലിയ വിലയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കോഴിക്കുട്ടികളെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഒരു ചേട്ടനും ആ ചേട്ടൻ്റെ വൈഫാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. മൂപ്പരുടെ മകൻ്റെ താല്പര്യാർത്ഥം തുടങ്ങിയ സംഭവമാണ്. മകനിപ്പോൾ പുറത്തോട്ട് പോയി. ഇപ്പോൾ എല്ലാം നോക്കുന്നത് അവൻ്റെ അമ്മച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു കച്ചവടത്തിൻ്റെ ആ ഒരു രീതിയൊന്നുമല്ല. സാധനം പോകണം, എന്നാൽ അത്ര വലിയ പൈസ വേണമെന്നില്ല. കാരണം പുള്ളിക്കാരൻ ഇതേപോലെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ആർമി ഓഫീസറാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ചെറിയൊരു വിനോദം എന്ന് പറയാം. അങ്ങനെ ഒരു എൻജോയ്മെൻ്റ് ആണ് ഇപ്പോൾ കോഴി വളർത്തൽ. ഇത് സജീവേട്ടൻ വാങ്ങിച്ചതാണ്, നേരത്തെ കാണിച്ചത് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഫാൻസി ടൈപ്പ് കോഴികളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ കൊടുക്കാൻ. കോഴിക്കുട്ടിയൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ ഇവനെ കണ്ടത്. ഇതേ അടിപൊളിയൊരു നാടൻ കേട്ടോ. ഇതിന് കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. കഴുത്തിൽ തുങ്ങില്ലാത്ത കോഴിയെന്ന് ഞങ്ങൾ പറയാറ്. അപ്പോൾ ഇവനെ കൂടെ കൊണ്ടുപോയാലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കോഴിക്കടയിൽ അച്ഛൻ ഇതേപോലൊരു ചെറിയ കുട്ടിയായിട്ടോ കണ്ടിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ പൈസ ഒക്കെ കൊണ്ടുവന്നിട്ട് വാങ്ങിക്കുക എന്നുള്ള തീരുമാനത്തിൽ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം തിരിച്ച് കടയിലോട്ട് പോയപ്പോൾ ആ സാധനം മറ്റാരോ വാങ്ങി കച്ചവടമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത് വീട്ടിലോട്ട് കൊണ്ടുപോയാലോ എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടായി. അങ്ങനെ ഒന്നും നോക്കിയില്ല, അതിനെ കൂടെ മേടിച്ചു കേട്ടോ. അതേപോലെ ഈ വീട്ടിൽ വേറെ കുറച്ച് ആളുകളൂടെ ഉണ്ടേ, കാണിച്ചു തരാം കേട്ടോ. ഇതാണല്ലേ എത്ര ഏജ് ഉണ്ട്? ഇത് ഏകദേശം ഒരു 3.5 വയസ്സായി. ഇതിപ്പോ ഹീറ്റാണല്ലേ? അതിലുണ്ടെങ്കിൽ ഹീറ്റ് ക്രോസിങ് ഒരു 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് ഉണ്ടാവും ഹീറ്റിന്റെ ടൈം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഫിനിഷിങ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആണോ ഇതേതാ? ഇത് ഡോഗോടെ ക്രോസിങ് പിറ്റ്ബുള്ളിന്. പിറ്റ്ബുള്ളല്ലേ? നേരത്തെ കണ്ടു. അവൻ്റെ മുഖത്ത് നോക്കി അറിയാം വരാൻ. മേലെ മേലെ എന്താ തല പുറത്ത് ഇതിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഈ ചോപ്പ് ഉണ്ടാവും. കണ്ണും ചോന്നിരിക്കും 24 hours. കണ്ണ് പിടിച്ചാൽ പോലില്ല. ചെറിയ ക്രോപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ചെറിയ ക്രോപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ചെവി ക്രോപ്പ് ചെയ്ത 6000 രൂപയ്ക്ക് ചെവി കുറവ് ആവശ്യം ഉണ്ടാവില്ല. മറ്റേ പ്രശ്നം ഇതും തന്നെയല്ലേ? രൂപയുടെ പെണ്ണ് അതിനാ കൂടും ശരിയാവത്തില്ല. ഇവർക്കൊന്നും. അങ്ങനെ നമ്മൾ കോഴിക്കുട്ടികളെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ച കാണാം കേട്ടോ. അതായത് വീട്ടിൽ പറയാതെയാണ് സജീവേട്ടൻ വന്നിരിക്കുന്നത്. അപ്പോൾ കോഴികളെ ഇപ്പോൾ കുറേ വാങ്ങിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് അമ്മയ്ക്കും ഭാര്യയ്ക്കൊക്കെ ചെറിയൊരു എതിർപ്പുണ്ട്. അപ്പോൾ അവരെ കാണാത്ത രീതിയിൽ ആയിട്ടും കോഴിക്കൂട്ടിലേക്ക് കൊണ്ടുപോയി ആ കോഴികളെ ഇടാൻ പോകുന്നൊരു കാഴ്ചയാണ്. ആരും കണ്ടില്ല കേട്ടോ, ഭാഗ്യം.